നിങ്ങളൊരു ഇൻഡസ്ട്രിയൽ ഇലക്ട്രീഷ്യൻ ആണോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആണോ? നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഈ കാണുന്ന ഡെൽറ്റ VFDയുടെ വയറിംഗ് ഒക്കെ ചെയ്യാനായിട്ട് അറിയാമോ? നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ കാണുന്ന രീതിയിൽ മൾട്ടി ഫംഗ്ഷൻ ഔട്ട്പുട്ട് വയറിംഗ് ചെയ്ത് നോക്കിയാലോ? എല്ലാവർക്കും AJ ഇലക്ട്രിക് യൂട്യൂബ് ചാനലിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഡെൽറ്റ VFD MS300 സീരീസിൽ മൾട്ടി ഫംഗ്ഷൻ ഔട്ട്പുട്ട് 1 അതുപോലെ മൾട്ടി ഫംഗ്ഷൻ ഔട്ട്പുട്ട് 2 അതായത് MO1 MO2 എന്ന് പറയുന്ന ടെർമിനൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതിന്റെ വയറിംഗ് പ്രോഗ്രാം അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്യാം. ഞാൻ ഓൾറെഡി വയറിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ കാണുന്ന സിഗ്നൽ ടവർ ലാമ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ഗ്രീൻ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. അത് ഞാൻ വയറിംഗ് ചെയ്തിട്ടുണ്ട്. അതായത് എന്റെ ഡ്രൈവ് റെഡി കണ്ടീഷൻ ആയതുകൊണ്ടാണ് എന്റെ സിഗ്നൽ ലാമ്പ് അവിടെ ഗ്ലോ ചെയ്യുന്നത്. അതുപോലെ ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സിഗ്നൽ ടവർ ലാമ്പിന്റെ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, മൾട്ടി കളർ ആണ്. അതുപോലെ 3 കളറും വിത്ത് ബസർ വരുന്നുണ്ട്. അതുപോലെ അതിന്റെ ഇൻപുട്ട് വോൾട്ട് എന്ന് പറയുന്നത് 24, 12 വോൾട്ട്, 230 വോൾട്ട് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചിട്ട് അതിന്റെ ഇന്റേണലുള്ള ഡീപ് സ്വിച്ചുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്താൽ മതി. അതുപോലെ ഈ കാണുന്ന ലൈറ്റ് ഫ്ലിക്കറിങ് അതുപോലെ കോൺസ്റ്റന്റ് ആയിട്ട് കത്തി നിൽക്കണം എന്നുണ്ടെങ്കിലും അതിനുള്ള ഓപ്ഷൻസും നമുക്ക് ആ ഡീപ് സ്വിച്ചിൽ കാണാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് ആ പറയുന്ന മൾട്ടി ഫംഗ്ഷൻ ഔട്ട്പുട്ട് എങ്ങനെ പ്രോഗ്രാം ചെയ്യാം, വയറിംഗ് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കിയാലോ? അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഈ കാണുന്ന സിഗ്നൽ ടവർ ലാമ്പാണ് ഇൻഡിക്കേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിനകത്ത് ഒരുപാട് കളറുള്ള വയറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മാനുവലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ വയറിംഗ് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഇപ്പൊ സപ്പോസ് എക്സാമ്പിൾ ഇതിപ്പോ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗ്രീൻ കളർ ലൈറ്റിന്റെ വയറാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഈ കാണുന്ന റെഡ് ഇൻഡിക്കേഷൻ്റെത്, അതുപോലെ ഈ യെല്ലോ ഓറഞ്ച് ഇൻഡിക്കേഷൻ്റെതാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ബ്ലൂ കളർ എന്ന് പറയുന്നത് നമ്മുടെ ബസറിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഇതെന്ന് പറയുന്നത് കോമൺ ആയിട്ടാണ്. അതുപോലെ ഞാൻ ഈ ഇൻഡിക്കേഷന്റെ 24 വോൾട്ടിലേക്ക് ഞാൻ എന്റെ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്, അതായത് ഡീപ് സ്വിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കോമൺ ആയിട്ട് 24 വോൾട്ട് 0 വോൾട്ട് ആയിട്ട് ഈ കാണുന്ന ഗ്രേ കളർ വയറും, അതുപോലെ ഇതിൽ ഏത് വയർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിച്ചിട്ട് ഈ കളർ സെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കാണുന്ന 3 കളറിലും അതുപോലെ ബസറും വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ വയർ സെലക്ട് ചെയ്തിട്ട് വയറിംഗ് ചെയ്യാവുന്നതാണ്. നമ്മളിന്ന് നോക്കുന്നത് ഈ ഡെൽറ്റ VFDയുടെ വയറിംഗ് ആയിട്ടുള്ള മൾട്ടി ഫംഗ്ഷൻ ഔട്ട്പുട്ട് 1 അതുപോലെ 2 ആണ്. അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും MO1 അതുപോലെ MO2 അതുപോലെ MCM. ഇതാണ് നമ്മുടെ കോമൺ. അപ്പൊ നമ്മൾ 24 വോൾട്ട് ഇൻഡിക്കേഷൻ ലൈറ്റ് ആയതുകൊണ്ടും ഈ കീപാഡിൽ നമുക്ക് 24 വോൾട്ടേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എക്സ്റ്റേണൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിലേയിൽ നമുക്ക് ഇവിടെ 230 ഒക്കെ കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് 24 കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, MCMന്റെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, 24 വോൾട്ട് കൊടുക്കാം. ഓക്കെ, അതിനായിട്ട് ഈ കാണുന്ന 24ന്റെ അവിടെ നിന്ന് നമുക്ക് ഈ MCMലേക്ക് ഒരു ലൂപ്പ് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ കോമണിലേക്ക് നമ്മുടെ 24 വന്നിട്ടുണ്ട്. അതുപോലെ MO1 അതുപോലെ MO2 അതായത് ആ 2 ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാം, സിഗ്നൽ ലൈറ്റുകൾ ഏത് വേണേലും എടുക്കാം. അതുപോലെ DCMലേക്ക് നമ്മുടെ ടവർ ലാമ്പിന്റെ ഗ്രേ കളർ വയർ കണക്ട് ചെയ്യാം. അപ്പൊ നമുക്കൊന്ന് വയറിംഗ് ചെയ്താലോ? അതിനായിട്ട് ഞാനൊരു കോമൺ ആയിട്ട് ലൂപ്പ് ചെയ്യാനായിട്ട് വയർ എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ 24 വോൾട്ടിൽ നിന്ന് ഡയറക്റ്റ് MCMലേക്ക് വേണം നമുക്ക് കണക്ട് ചെയ്യാനായിട്ട്. അതിനെ 24ലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ MCM എന്ന് പറയുന്ന ടെർമിനലിലേക്ക് ഞാൻ എൻ്റെ ഈ ലൂപ്പ് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് 24 വോൾട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റും, ഈ കാണുന്ന 24 വോൾട്ടിൽ നിന്ന് ഞാൻ MCMലേക്കാണ് കോമൺ ആയിട്ട് ഞാൻ ഇപ്പൊ ലൂപ്പ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഗ്രേ കളർ വയർ എടുത്ത് DCMലേക്ക് കൊടുക്കാം. അതായത് നമ്മുടെ ടവർ ലാമ്പിന്റെ ഗ്രേ കളർ വയർ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ടവർ ലാമ്പിന്റെ കോമൺ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രേ കളറാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ DCMലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ നമുക്ക് ഗ്രീനും MO1ൽ ഗ്രീൻ ലൈറ്റും MO2ൽ നമുക്ക് റെഡ് വയറും കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ കോമണില് നമുക്ക് ഗ്രേ കളർ കൊടുക്കാം, DCM. ഓക്കെ, അപ്പൊ DCMലേക്ക് നമുക്ക് ഗ്രേ കളർ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ DCMലേക്ക് നമ്മുടെ ഗ്രേ കളർ വയർ കണക്ട് ആയിട്ടുണ്ട്. MO1ലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രീൻ ലൈറ്റ് കണക്ട് ചെയ്യാം. ഗ്രീൻ ലൈറ്റിന്റെ വയർ നമുക്ക് കണക്ട് ചെയ്യാം. അതിനായിട്ട് MO1ന്റെ അവിടെ നമുക്ക് ഗ്രീൻ ലൈറ്റിന്റെ അതായത് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് MO2ൽ റെഡ് ലൈറ്റ് കണക്ട് ചെയ്യാം. അതായത് റെഡ് ലൈറ്റിന്റെ വയറിംഗ് എന്ന് പറയുന്നത് റെഡ് കളറാണ്. അപ്പോൾ നമ്മുടെ വയറിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ പറയാം, നമ്മൾ 24 വോൾട്ട് എടുത്തിട്ട് ഡയറക്റ്റ് നമ്മൾ MCMലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് MO1ഉം MO1ൽ ഗ്രീൻ കളറിന്റെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ MO2ൽ നമ്മൾ റെഡ് കളർ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം ചെയ്യാനായിട്ട് ഡ്രൈവ് ഓൺ ചെയ്താലോ?
അതിനായിട്ട് നമ്മൾ മെയിൻ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈവ് ഓൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോകാനായിട്ട് നമുക്ക് ഫാക്ടറി റീസെറ്റ് കൊടുക്കാം. അതിനായിട്ട് പ്രോഗ്രാമിലേക്ക് പോയിട്ട് നമുക്ക് 0 എന്ന് പറയുന്ന ഗ്രൂപ്പിൽ 2 എന്ന് പറയുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, 10 വെച്ചിട്ട് റീസെറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈവ് റീസെറ്റ് ആയിട്ടുണ്ട്. 60 ഹെർട്സിൽ നമ്മുടെ ഡ്രൈവ് റീസെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നോക്കേണ്ടത് ഈ മൾട്ടി ഫംഗ്ഷൻ ഔട്ട്പുട്ട് 1ഉം 2ഉം എവിടെയാണെന്നും എങ്ങനെയാണ് അതിന്റെ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യണമെന്നൊക്കെ നമുക്ക് നോക്കണം. അതിനായിട്ട് നമ്മുടെ കയ്യിൽ മാനുവൽ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മാനുവൽ ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഡെൽറ്റ MS300 സീരീസിന്റെ VFD മാനുവലൊക്കെ നമുക്ക് PDF ആയിട്ടും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ പുതിയ ഡ്രൈവ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ നമുക്ക് ചെറിയൊരു ബുക്ക്ലെറ്റ് ആയിട്ടും ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മൾട്ടി ഫംഗ്ഷൻ ഔട്ട്പുട്ട് 1, അതായത് MO1 അതുപോലെ MO2, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ നമുക്ക് മാനുവൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതായത് 2 എന്ന് പറയുന്ന ഗ്രൂപ്പിൽ 16ാമത്തെയും 17ാമത്തെയും ഫംഗ്ഷൻസ് ഗ്രൂപ്പിലുള്ള പാരാമീറ്റേഴ്സ് ആണ് നമ്മുടേത് MO1ഉം അതുപോലെ MO2ഉം. അതിനകത്ത് തന്നെ നമ്മൾ നേരത്തെ ചെയ്ത റിലേയുടെ അതേപോലെ തന്നെ മൾട്ടി ഫംഗ്ഷൻ ഔട്ട്പുട്ട് 1 റിലേയുടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ സെയിം 76 പാരാമീറ്റേഴ്സ്, അതേ 76 ഫംഗ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റിലേ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ നമ്മൾ 2ല് ഈ കാണുന്ന രണ്ടാമത്തെ ഗ്രൂപ്പിൽ 16, അതിലാണ് നമ്മൾ ഗ്രീൻ ലൈറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് MO1ൽ. അതുപോലെ MO2 എന്ന് പറയുന്നത് റെഡ് ഇൻഡിക്കേഷൻ, നമ്മൾ റെഡ് വയറാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഗ്രൂപ്പിൽ 16ാമത്തെ പാരാമീറ്റേഴ്സിൽ പോകാം. ഡീഫോൾട്ട് ആയിട്ട് നോർമലി 0 ആയിരിക്കും, നോ ഫംഗ്ഷൻസ് എന്നായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻഡിക്കേഷൻ ലൈറ്റ് ഒക്കെ ഏതെങ്കിലും ഓൺ ആവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനായിട്ട് നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം. 2 എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നമുക്ക് 16ാമത്തെ ഫംഗ്ഷൻസ്, അപ്പോൾ 16ാമത്തെ ഗ്രൂപ്പ് 16ാമത്തെ പാരാമീറ്റേഴ്സിൽ 0 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും രണ്ടാമത്തെ ഗ്രൂപ്പിൽ 16ൽ അതായത് 0 നോ ഫങ്ഷൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് 1 കൊടുത്താലോ, അതായത് നമ്മൾ ഗ്രീൻ ലൈറ്റ് ആണല്ലോ MO1ൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിനായിട്ട് 1 കൊടുക്കാം. 1 എന്ന് പറയുന്നത് ഇൻഡിക്കേഷൻ ഡ്യൂറിംഗ് റൺ എന്നാണ്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്താലോ. അപ്പൊ അതിനായിട്ട് ഞാൻ ജസ്റ്റ് 1 കൊടുത്തിട്ടുണ്ട്, എൻ്റർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്കൊന്ന് ബാക്ക് വരാം. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ ലൈറ്റ് അവിടെ ഓൺ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ മോട്ടറും റൺ ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും MO1ൽ നമ്മൾ ഗ്രീൻ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ മോട്ടർ ഹൈ സ്പീഡ് 60 ഹെർട്സിൽ കറങ്ങുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുവാണ്. ഓഫ് ചെയ്ത് 0യിലേക്ക് വരുന്ന സമയത്തേക്ക് നമ്മുടെ സിഗ്നൽ ഇവിടുന്ന് പോകുന്നതായിരിക്കും, അതായത് നമ്മുടെ ലൈറ്റ് ഇവിടെ ഓഫ് ആകുന്നതായിരിക്കും. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ കാണാം നമ്മുടെ ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ കൊടുത്തിരിക്കുന്നത് 1 ആയിരുന്നു, അതായത് ഡ്യൂറിങ് റൺ എന്നായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. ഇനി നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ, അതായത് ഡ്രൈവ് റെഡി ആണെന്നുണ്ടെങ്കിൽ, അതായത് 9 ഒന്ന് കൊടുത്തു നോക്കിയാലോ, നമ്മുടെ ഡ്രൈവ് റെഡി ആണെങ്കിൽ അപ്പൊ നമുക്ക് 9 കൊടുക്കാം. ഡ്രൈവ് ഈസ് റെഡി. ഇപ്പൊ നോർമലി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻഡിക്കേഷൻ ലൈറ്റുകൾ ഒന്നുമില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ പറയുന്ന പ്രോഗ്രാമിൽ നമുക്ക് 16ൽ നമ്മൾ 1 ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 9 കൊടുക്കാം. 9 കൊടുക്കുമ്പോൾ നമ്മുടെ ഡ്രൈവ് റെഡിയാണ്. അപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ഡ്രൈവ് റെഡി ആയതുകൊണ്ടാണ് ആ ഗ്രീൻ ലൈറ്റ് അവിടെ ഓൺ ആയിട്ടുള്ളത്. നമുക്ക് ഈ കാണുന്ന രീതിയിൽ ഒരുപാട് 75ഓളം നമുക്ക് 76ഓളം അതായത് ഫങ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ വാണിംഗ് ഔട്ട്പുട്ട്, അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പറേഷൻ സ്പീഡ് റീച്ച് ആയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ലോ വോൾട്ടേജ്, അതുപോലെ ഓവർ ഹീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മൾട്ടി ഫംഗ്ഷൻ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ട് അതായത് റിലേ അല്ലെങ്കിൽ PLCയിലേക്ക് നമുക്ക് കമാൻഡ് കൊടുക്കാൻ പറ്റും. അതുപോലെ ഇവിടെ ഒരുപാട് ഫോർവേഡ് കമാൻഡ്, റിവേഴ്സ് കമാൻഡ്, ഓപ്പറേഷൻ മോഡ് ഇതൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഫോർവേഡ് റണ്ണ്, അതുപോലെ റിവേഴ്സ് റണ്ണ്, ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് മൾട്ടി ഫംഗ്ഷൻ ഔട്ട്പുട്ട്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ഗ്രൂപ്പിൽ 17ാമത്തെ പാരാമീറ്റേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, വയറിംഗ് നമ്മൾ ഓൾറെഡി റെഡ് ഗ്രീൻ കളർ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് അതിന്റെ പ്രോഗ്രാം കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഈ 16 എന്ന് പറയുന്ന ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടി ഫംഗ്ഷൻ ഔട്ട്പുട്ട് നമ്മൾ 0 കൊടുക്കാൻ പോവാണ്. കാരണം നമുക്ക് അവിടെ ലൈറ്റോടെ ഇൻഡിക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത് ഓഫ് ആക്കിയിട്ടുണ്ട്. നമ്മൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17ാമത്തെ പാരാമീറ്റേഴ്സിൽ സെയിം 1 നമുക്ക് കൊടുക്കാം. 1 കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവ് റൺ ആവുന്ന സമയത്തായിരിക്കണം നമ്മുടെ ലൈറ്റ്, അതായത് റെഡ് ലൈറ്റ് ഗ്ലോ ആവേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് 1 എന്ന് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ സെയിം MO2ൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, 17ൽ 1 ആണ് ഇപ്പൊ കൊടുക്കാൻ പോയിരിക്കുന്നത്.
അതുപോലെ നമ്മൾ രണ്ടാമത്തെ ഗ്രൂപ്പിൽ 17ാമത്തെ പാരാമീറ്ററിൽ 1 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവ് റൺ ആവുന്ന സമയത്ത് റെഡ് ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങനെയാണ് വയറിംഗ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്റ്റോപ്പ് കൊടുക്കുന്ന സമയത്ത് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് 76ഓളം അതായത് ഫീഡ്ബാക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിലേ ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടും. അതായത് മൾട്ടി ഫംഗ്ഷൻ ഔട്ട്പുട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് എന്താണ് സ്റ്റാറ്റസ് ആവശ്യം വേണ്ടത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അതായത് ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഈ പറയുന്ന രണ്ടാമത്തെ ഗ്രൂപ്പിൽ 16 അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രൈവ് റൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ ആയിരിക്കണം. അതിനായിട്ട് നമുക്ക് 16ാമത്തെ പാരാമീറ്റേഴ്സിൽ രണ്ടാമത്തെ ഗ്രൂപ്പിൽ 16 നമുക്ക് എന്ത് ചെയ്യാം, 1 കൊടുക്കാം. അതായത് ഡ്രൈവ് റൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ലൈറ്റ് ഓൺ ആവണം. അപ്പൊ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തതിൽ 16 നമുക്ക് എന്ത് ചെയ്യാം, 1 കൊടുക്കാം. അപ്പൊ നമ്മൾ ഡ്രൈവ് റൺ ആവുന്ന സമയത്ത് ഗ്രീൻ ലൈറ്റ് ഓൺ ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രൈവ് റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 9 കൊടുക്കാം. അപ്പൊ 2 ലൈറ്റ് നമുക്ക് എന്ത് ചെയ്യും, ഒരുപോലെ വർക്ക് ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് നമുക്ക് 17ൽ നമുക്ക് എന്ത് ചെയ്യാം, 9 കൊടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എന്റെ ഡ്രൈവ് റെഡി ആയതുകൊണ്ട് നമ്മുടെ ലൈറ്റ് അവിടെ ഗ്ലോ ആവുന്നുണ്ട്. ഇനി ഇൻ കേസ് നമ്മൾ റൺ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഗ്രീൻ ലൈറ്റ് നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് രണ്ട് ഫംഗ്ഷൻസും നമുക്ക് എന്ത് ചെയ്യും, സെയിം ടൈമിലും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ഡ്രൈവ് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റെഡ് ഇൻഡിക്കേഷൻ അവിടെ ഗ്ലോ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡ്രൈവ് റെഡി ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഗ്ലോ ആയിട്ടിരിക്കും. മാൾ ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡ്രൈവ് ആ സിഗ്നൽ കട്ട് ആവത്തേ ഉള്ളൂ. ഓൺ ചെയ്യുന്ന സമയത്ത് ഗ്രീൻ ലൈറ്റ് ഓൺ ആവുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഡെൽറ്റ VFDയുടെ മൾട്ടി ഫംഗ്ഷൻ ഔട്ട്പുട്ട് 1ഉം 2 ഒക്കെ എങ്ങനെയാണ്, എന്താണെന്നും അതുപോലെ എങ്ങനെ വയറിംഗ് ചെയ്യാം, അതുപോലെ പ്രോഗ്രാം ചെയ്യാം എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള PLC, VFD, HMI ഒക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.